അൾട്ടിമേറ്റ് സി എസ് ടുവിൻ്റെ അടുത്തൊരു ക്ലാസ്സിലോട്ട് എല്ലാവർക്കും സ്വാഗതം. ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിംഗ് അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കൺസെപ്റ്റാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇൻഹെറിറ്റൻസ് എന്ന വാക്ക് കേൾക്കുമ്പോൾ അതിൻ്റെ അർത്ഥം നമുക്കറിയാം. പാരമ്പര്യം അല്ലെങ്കിൽ പാരമ്പര്യമായിട്ട് കിട്ടുന്നത് എന്നൊക്കെയാണ് അതിൻ്റെ അർത്ഥം വരുന്നത്. അതെന്താണ് ഈ ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ അതിനെന്ത് പ്രസക്തിയാണുള്ളത് എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ അല്ലെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ നമ്മൾ കാണുന്നത്. നമുക്ക് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡ് പ്രോഗ്രാമിങ്ങിൽ എന്താണ് ഈ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്ന കൺസെപ്റ്റ് എന്താണെന്നുള്ളത് ഡെഫിനിഷൻ നമുക്ക് നോക്കാം. ഇറ്റ്സ് എ പ്രോസസ് ബൈ വിച്ച് ഒബ്ജക്ട്സ് ഓഫ് വൺ ക്ലാസ് അക്വയർ ദ പ്രോപ്പർട്ടീസ് ആൻഡ് ഫങ്ഷണാലിറ്റീസ് ഓഫ് അനദർ ക്ലാസ്. ഒരു ക്ലാസിൻ്റെ പ്രോപ്പർട്ടിയും ഫങ്ഷനും വേറൊരു ക്ലാസിൻ്റെ ഒബ്ജക്ട്സ് അക്വയർ ചെയ്യുന്ന അതിന് കിട്ടുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. നമുക്കൊരു റിയൽ ലൈഫ് എക്സാമ്പിൾ നമുക്ക് നോക്കാം. ഇവിടെ ഒരു ഫിഗർ കാണിച്ചിട്ടുണ്ട്. ഒരു വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു ക്ലാസ്. വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു ക്ലാസ്സിന് കുറേ പ്രോപ്പർട്ടീസ് ഉണ്ട്, കുറേ ഫങ്ഷൻസ് അതിൻ്റെ ബിഹേവിയേഴ്സ് ഉണ്ട് കുറേ. ദെൻ ഈ വെഹിക്കിൾ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താ വെഹിക്കിൾ. ഒന്നല്ലെങ്കിൽ അത് ലാൻഡിലൂടെ പോകുന്ന വെഹിക്കിളായിരിക്കാം, അല്ലെങ്കിൽ വാട്ടർ വെഹിക്കിളായിരിക്കാം, പിന്നെ വേറെ എയർ വെഹിക്കിൾസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത് ലാൻഡ് വെഹിക്കിൾ, വാട്ടർ വെഹിക്കിൾ. ഇപ്പോൾ ഈ വെഹിക്കിൾ എന്ന് പറയുന്ന ഒരു ക്ലാസ്സിനുള്ള ഫങ്ഷൻസും പ്രോപ്പർട്ടീസും ലാൻഡ് വെഹിക്കിളിനുണ്ടായിരിക്കും, വാട്ടർ വെഹിക്കിളിനുണ്ട്. ഈ ലാൻഡ് വെഹിക്കിളിൽ തന്നെ പറയുന്നത് എന്തൊക്കെ പെടും? കാറ്, ട്രക്ക്, ഹോവർക്രാഫ്റ്റ്, ഇതെല്ലാം ലാൻഡ് വെഹിക്കിളിൽ പെടും. വാട്ടർ വെഹിക്കിൾ എന്ന് പറയുകയാണെങ്കിൽ ഹോവർക്രാഫ്റ്റ്, ബോട്ട്, ഷിപ്പ്, ഇതെല്ലാം വാട്ടർ വെഹിക്കിളിൽ വരുന്നതാണ്. അപ്പോൾ ഈ ലാൻഡ് വെഹിക്കിളിലുള്ള എല്ലാ പ്രോപ്പർട്ടീസും അതിൻ്റെ ഫങ്ഷൻസും ഈ കാറിനുണ്ടായിരിക്കും, ട്രക്കിനുണ്ടായിരിക്കും, ഹോവർക്രാഫ്റ്റിനുണ്ടായിരിക്കും. കാറിന് ഇത് കൂടാതെയുള്ള കാറിൻ്റെതായ കുറേ ഫീച്ചേഴ്സും ഫങ്ഷൻസും ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പം ഇതുപോലെ ഒരു ക്ലാസ്സിൻ്റെ ഫങ്ഷനും പ്രോപ്പർട്ടിയും വേറൊരു ക്ലാസ്സിനെ കൊടുക്കുന്ന അല്ലെങ്കിൽ കിട്ടുന്ന ഒരു പ്രോസസ്സിനെയാണ് എന്തെന്ന് പറയുന്നത് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. നമ്മുടെ ഗ്രാൻഡ് പാരൻസിൽ നിന്ന് നമ്മുടെ പാരൻസിനെ അവരുടെ ഫീച്ചേഴ്സോ ഫങ്ഷൻസോ ബിഹേവിയറോ കിട്ടുന്നു, പാരൻസിൽ നിന്ന് നമുക്ക് കിട്ടുന്നു. ഓക്കെ, അപ്പോൾ ഈ പാരൻസിനും അതുപോലെ തന്നെ നമുക്കും നമ്മുടേതായ കുറേ ഫീച്ചേഴ്സും ഫങ്ഷൻസും ബിഹേവിയേഴ്സും ഉണ്ടായിരിക്കാം അല്ലേ. അതുപോലെ തന്നെയാണ് നമ്മൾ ഈ ക്ലാസ് ഒബ്ജക്റ്റ് ഓറിയൻറ്റഡിലെ ക്ലാസ് എന്ന് പറയുന്നത്. ഒരു ക്ലാസ്, ആ ക്ലാസ്സിന് കുറേ പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ കുറേ ഫങ്ഷൻസും ഉണ്ടായിരിക്കും. ആ പ്രോപ്പർട്ടിയും ഫങ്ഷനും വേറൊരു ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റിന് കൊടുക്കാം, അല്ലെങ്കിൽ അത് അക്വയർ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെയാണ് ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, ഹൈറാർക്കിക്കൽ ക്ലാസിഫിക്കേഷൻ റീയൂസബിലിറ്റിയും സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഹൈറാർക്കിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ട അതേ മോഡൽ തന്നെ ഒരു മെയിൻ ഒരു ക്ലാസ്, ആ ക്ലാസ്സിൽ നിന്ന് ഫർദർ ഡിവൈഡ് ചെയ്തിരിക്കുന്നു, അല്ലെങ്കിൽ ഫർദർ പുതിയ ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു, ആ ക്ലാസ്സിൽ നിന്ന് അടുത്ത ക്ലാസ് ക്രിയേറ്റ് ചെയ്യുന്നു, അങ്ങനെ പോകുന്നതിനെയാണ് ഹൈറാർക്കിക്കൽ ക്ലാസിഫിക്കേഷൻ എന്ന് പറയുന്നത്. റീയൂസബിലിറ്റി, ഈ ടേം നമ്മൾ മുന്നേ കണ്ടിട്ടുള്ളതാണ്. റീയൂസബിലിറ്റി എന്ന് പറയുന്ന ടേം, റീയൂസബിലിറ്റി നമ്മൾ ഫംഗ്ഷൻ പഠിച്ചപ്പോൾ കണ്ടതാണ്. റീയൂസബിലിറ്റിയാണ് അതിൻ്റെ മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞത്. റീയൂസബിലിറ്റി എന്ന് പറഞ്ഞാൽ വേറെ നമ്മൾ പ്രാവശ്യം എഴുതിയ കോഡ് നമുക്ക് വേറൊരു ഭാഗത്ത് റിപ്പീറ്റ് എഴുതാതെ നമുക്കതിനെ ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ നമ്മൾ ക്ലാസ്സിനകത്ത് ഒരു മെയിൻ ക്ലാസ്സിനകത്ത് നമ്മൾ ഒരു ഒബ്ജക്റ്റ് എന്താ പറയുക അതിൻ്റെ പ്രോപ്പർട്ടീസും ഫങ്ഷൻസും എഴുതി വെച്ചിരിക്കുകയാണ്. പിന്നെ അത് റിപ്പീറ്റായിട്ട് നമ്മൾ അടുത്ത ഒരു ക്ലാസ്സിനകത്തോട്ട് അത് എഴുതേണ്ട ആവശ്യമില്ല. അത് നമ്മൾ ഇൻഹെറിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ ജസ്റ്റ് കോൾ ചെയ്താൽ മാത്രം മതി. അതാണ് റീയൂസബിലിറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഇതിൽ വരുന്ന രണ്ട് കൺസെപ്റ്റുകളാണ് ബേസ് ക്ലാസ്, ഡിറൈവ്ഡ് ക്ലാസ്. ബേസ് ക്ലാസ് എന്ന് പറയുന്നത് എക്സിസ്റ്റിംഗ് ക്ലാസ്സിനെയാണ് ബേസ് ക്ലാസ് എന്ന് പറയുന്നത്. നമ്മൾ ഏത് ക്ലാസ്സിൽ നിന്നാണോ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് അതിനെയാണ് എന്തെന്ന് പറയുന്നത് ബേസ് ക്ലാസ് എന്ന് പറയുന്നത്. ബേസ് ക്ലാസ്സിനെ പറയുന്ന വേറെ പേരുകളുണ്ട്. സൂപ്പർ ക്ലാസ്, പാരന്റ് ക്ലാസ് എന്നൊക്കെ പറയാറുണ്ട്. ബേസ് ക്ലാസ്സിന് വേറെ പറയുന്ന പേരുകളാണ് പാരന്റ് ക്ലാസ്, സൂപ്പർ ക്ലാസ് എന്നൊക്കെ. ദെൻ ഡിറൈവ്ഡ് ക്ലാസ്. ഡിറൈവ്ഡ് ക്ലാസ് ഏതാണ്? നമ്മൾ ബേസ് ക്ലാസ്സിൽ നിന്നും ക്രിയേറ്റ് ചെയ്യുന്ന ക്ലാസ്സിനെയാണ് ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയുന്നത്. ബേസ് ക്ലാസ്സിൽ നിന്ന് ക്രിയേറ്റ് ചെയ്യുന്ന പുതിയ ക്ലാസ്സിനെയാണ് ഡിറൈവ്ഡ് ക്ലാസ് എന്ന് പറയുന്നത്. ഡിറൈവ്ഡ് ക്ലാസ്സിനെ പറയുന്ന വേറെ പേരുകളാണ് സബ് ക്ലാസ്,
ചൈൽഡ് ക്ലാസ് എന്നൊക്കെ. സബ് ക്ലാസ്, ചൈൽഡ് ക്ലാസ്. അപ്പോൾ ഈ ഡിറൈവ്ഡ് ക്ലാസ്സിന്റെ പ്രത്യേകത എന്താ? ഡിറൈവ്ഡ് ക്ലാസ്സിന് ബേസ് ക്ലാസ്സിന്റെ പ്രോപ്പർട്ടീസും ഫങ്ഷൻസും ഉണ്ടായിരിക്കും. പ്ലസ് ഡിറൈവ്ഡ് ക്ലാസ്സിന് അതിൻ്റെതായ എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതും അതിനകത്ത് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് എത്ര ക്ലാസ്സുകൾ വേണമെങ്കിലും ഒരു ക്ലാസ്സിൽ നിന്ന് നമുക്ക് ഡിറൈവ് ചെയ്തെടുക്കാൻ പറ്റും. അതിന് ലിമിറ്റേഷൻ ഒന്നുമില്ല. എത്ര ക്ലാസ്സുകൾ വേണമെങ്കിലും നമുക്ക് പുതുതായിട്ട് ക്രിയേറ്റ് ചെയ്യാം. ഇവിടെ ഒരു ഫിഗർ തന്നിട്ടുണ്ട്. ബേസ് ക്ലാസ്സിന് 2 ഫീച്ചേഴ്സാണുള്ളത്. എ ബി എന്നുള്ള 2 ഫീച്ചേഴ്സാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. അതിൽ നിന്ന് 2 ക്ലാസ്സുകൾ ഇവിടെ ഡിറൈവ് ചെയ്തിട്ടുണ്ട്. ഫീച്ചർ എ ബി എന്നുള്ള ബേസ് ക്ലാസ്സിൽ നിന്ന് നമ്മൾ ഒരു 2 ക്ലാസ്സുകൾ ഡിറൈവ് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഫീച്ചേഴ്സ് നോക്കുക. ഈ ബേസ് ക്ലാസ്സിൻ്റെ എ ബി എന്നുള്ള 2 ഫീച്ചറും അതിനകത്തുണ്ട്. പ്ലസ് 2 സി ഡി എന്ന് പറയുന്ന പുതിയ ഫീച്ചറും കൂടിയും ഈ ഒരു ഡിറൈവ് ക്ലാസ്സിനകത്ത് ഇരിക്കുന്നുണ്ട്. ഈ റൈറ്റ് സൈഡിലെ ഡിറൈവ് ക്ലാസ് നോക്കി കഴിഞ്ഞാൽ ഫീച്ചർ എ ബി അതിനകത്തുണ്ട്. പ്ലസ് ഒരു ഇ എന്ന് പറയുന്ന ഒരു ഫീച്ചറും കൂടി അതിനകത്ത് ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഡിറൈവ്ഡ് ക്ലാസ്സിന് ബേസ് ക്ലാസ്സിൻ്റെ ഫീച്ചേഴ്സ് ഉണ്ടായിരിക്കും. പ്ലസ് ഡിറൈവ്ഡ് ക്ലാസ്സിന് എന്തെങ്കിലും ഫീച്ചേഴ്സ് ഉണ്ടെങ്കിൽ അതും കൂടി അതിനകത്ത് ഉണ്ടായിരിക്കും. ഓക്കെ. അപ്പോൾ ബേസ് ക്ലാസ്സിനെ പറയുന്ന വേറെ പേരാണ് പാരന്റ് ക്ലാസ്, സൂപ്പർ ക്ലാസ്. നമ്മുടെ ഡിറൈവ്ഡ് ക്ലാസ്സിന് പറയുന്ന പേരാണ് ചൈൽഡ് ക്ലാസ്, സബ് ക്ലാസ്. ഓക്കെ. ഇനി എങ്ങനെയാണ് ഒരു ഡിറൈവ്ഡ് ക്ലാസ് നമ്മൾ ഡിക്ലെയർ ചെയ്യുന്നത് നോക്കാം. അതിൻ്റെ ഫോമാറ്റ് നോക്കാം. പ്രോഗ്രാമിങ്ങിൽ എങ്ങനെ ചെയ്യുന്നത് നോക്കാം. അപ്പോൾ അതിൻ്റെ ഫോമാറ്റാണ് ക്ലാസ് എന്നുള്ള കീവേഡ് സ്പേസ് ഇട്ടിട്ട് നമ്മൾ കൊടുക്കാൻ പോകുന്ന പുതിയ ക്ലാസ്സിൻ്റെ പേര് എഴുതി കൊടുക്കുക. ക്ലാസ് സ്പേസ് നമ്മൾ കൊടുക്കുന്ന ഡിറൈവ്ഡ് ക്ലാസ്സിൻ്റെ പേര്, ഫുൾ കോളൻ. ഇനി എന്ത് ആക്സസ് സ്പെസിഫയർ ആണ്, എന്ത് ആക്സസ് പെർമിഷൻ ആണ് അതിനുള്ളതെന്നുള്ളത് നോക്കുക. അതവിടെ പറഞ്ഞു കൊടുക്കുക. 3 ആക്സസ് സ്പെസിഫയേഴ്സ് നമ്മൾ പഠിച്ചു. പ്രൈവറ്റ്, പബ്ലിക്, പ്രൊട്ടക്റ്റഡ്. അത് എഴുതി കൊടുക്കുക. സ്പേസ് ബേസ് ക്ലാസ്, ഏത് ക്ലാസ്സിൽ നിന്നാണ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് ആ ക്ലാസ്സിൻ്റെ പേര് അവിടെ എഴുതി കൊടുക്കുക. ദെൻ കേളി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുക. അതിനകത്ത് എന്തെങ്കിലും മെമ്പർ ഫങ്ഷൻസോ മെമ്പർ ഡാറ്റയോ ഉണ്ടെന്നുണ്ടെങ്കിൽ, നമുക്ക് ഡിറൈവ് ക്ലാസ്സിനകത്ത് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് എഴുതി കൊടുക്കുക. ബ്രേസ് ക്ലോസ് ചെയ്യുക, സെമിക്കോളൻ ഇട്ട് കൊടുക്കുക. ഇതാണ് അതിൻ്റെ ഒരു ഫോമാറ്റ് എന്ന് പറയുന്നത്. നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ക്ലാസ് സ്റ്റുഡൻറ്റ് എന്ന് പറയുന്ന ഒരു ക്ലാസ് എഴുതിയിട്ടുണ്ട്. അതിനകത്ത് രജിസ്റ്റർ നമ്പർ, നെയിം, അങ്ങനെ 2 ഫീച്ചേഴ്സാണ് എഴുതിയിരിക്കുന്നത്. അതിനകത്ത് ഫങ്ഷൻസ് ആയിട്ട് ഷോ സ്റ്റുഡൻറ്റ്, അതുപോലെ തന്നെ അപ്ഡേറ്റ് മാർക്ക്, അങ്ങനെ 2 ഫങ്ഷൻസ് എഴുതിയിട്ടുണ്ട്. ഇത് പ്രൊട്ടക്റ്റഡിലാണ് അപ്ഡേറ്റ് മാർക്ക് ഇരിക്കുന്നത്. ഓക്കെ. ഇനി ഈ സ്റ്റുഡൻറ്റ് ക്ലാസ്സിന് ഒരു ഡിറൈവ്ഡ് ക്ലാസ് ക്രിയേറ്റ് ചെയ്യാൻ ന്യൂ സ്റ്റുഡൻറ്റ് എന്ന പേരിൽ ഞാൻ ഇവിടെ ക്രിയേറ്റ് ചെയ്യാൻ കൊടുത്തു. ക്ലാസ് സ്പേസ് ന്യൂ സ്റ്റുഡൻറ്റ്, ഫുൾ കോളൻ, ആക്സസ് സ്പെസിഫയർ പബ്ലിക് ആയിട്ടാണ് കൊടുത്തിരിക്കുന്നത്. സ്പേസ് സ്റ്റുഡൻറ്റ് നമ്മുടെ ക്ലാസ്സിൻ്റെ പേരാണ്. അതിനകത്തുള്ള ഫീച്ചർ വെയിറ്റ്, എക്സ്ട്രാ ഫീച്ചർ നമ്മൾ കൊടുത്തിരിക്കുകയാണ് ന്യൂ സ്റ്റുഡൻറ്റിന് വെയിറ്റ്. അതുപോലെ തന്നെ ഒരു ഫംഗ്ഷൻ കൊടുത്തിരിക്കുകയാണ് ആഡ് വെയിറ്റ് എന്നുള്ളൊരു ഫംഗ്ഷനും കൂടി നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. ഇനി മെയിനിൽ നമ്മൾ ഒരു ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യാൻ, ഡിറൈവ് ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്നതൊക്കെ നമ്മൾ ക്ലാസ്സിന് ഒബ്ജക്റ്റ് ക്രിയേറ്റ് ചെയ്യുന്ന പോലെ തന്നെ ക്ലാസ്സിൻ്റെ പേര് സ്പേസ് ഒബ്ജക്റ്റിൻ്റെ പേര്. ഇപ്പോൾ ന്യൂ സ്റ്റുഡൻറ്റ് സ്പേസ് സ്റ്റുഡ് എന്നുള്ളൊരു പേര് ഒബ്ജക്റ്റ് ഞാൻ എടുത്തു. ഇനി നമ്മൾ സ്റ്റുഡ് വെച്ചിട്ടാണ് എന്ത് ആക്സസ് ചെയ്യുന്നത്, അതിലെ ഫങ്ഷൻസ് ഒക്കെ ആക്സസ് ചെയ്യുന്നത്. ഇപ്പോൾ സ്റ്റുഡ് ഡോട്ട് ഷോ സ്റ്റുഡൻറ്റ്, സ്റ്റുഡ് ഡോട്ട് ഷോ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബേസ് ക്ലാസ്സിനകത്തുള്ള ഫംഗ്ഷനാണ്. പക്ഷെ നമുക്ക് എന്ത് വെച്ചിട്ട് യൂസ് ചെയ്യാം, നമ്മുടെ ഈ ഒബ്ജക്റ്റ് വെച്ച് നമുക്ക് ഇതിനെ ആക്സസ് ചെയ്യാൻ പറ്റും. ഡിറൈവ് ക്ലാസ്സിൻ്റെ ഒബ്ജക്റ്റ് വെച്ച് നമുക്ക് ബേസ് ക്ലാസ്സിലെ ഫംഗ്ഷനെ നമുക്കിവിടെ ആക്സസ് ചെയ്യാം. ഇപ്പോൾ സ്റ്റുഡ് ഡോട്ട് ഷോ സ്റ്റുഡൻറ്റ്, ദെൻ സ്റ്റുഡ് ഡോട്ട് ആഡ് വെയിറ്റ്. ആഡ് വെയിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ന്യൂ സ്റ്റുഡൻറ്റിലെ ഫംഗ്ഷൻ തന്നെയാണ്, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഇനി നമുക്ക് എന്ത് കൂടി വേണമെങ്കിൽ ആക്സസ് ചെയ്യാം, സ്റ്റുഡ് ഡോട്ട് അപ്ഡേറ്റ് മാർക്കും കൂടി വേണമെങ്കിൽ നമുക്ക് ആക്സസ് ചെയ്യാം. കാരണം എന്താണ്, ഇത് പ്രൊട്ടക്റ്റഡ് മോഡിലാണ് ഇരിക്കുന്നത്. പ്രൊട്ടക്റ്റഡിൻ്റെ പ്രത്യേകത എന്താ, ഡിറൈവ്ഡ് ക്ലാസ്സിന് മാത്രമേ അതിന് ആക്സസ് ഉള്ളൂ. പുറത്ത് ആ ക്ലാസ്സിൻ്റെ പുറത്ത് വേറെ ഒരു ആൾക്കും അതിനെ ആക്സസ് ചെയ്യാൻ പറ്റില്ല. ഡിറൈവ്ഡ് ക്ലാസ് ആണ് ന്യൂ സ്റ്റുഡൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് പ്രൊട്ടക്റ്റഡ് ഭാഗത്തിരിക്കുന്ന ആളിനെ ഫംഗ്ഷനെ നമുക്ക് ആക്സസ് ചെയ്യാനായിട്ട് പ്രശ്നമൊന്നുമില്ല. ഓക്കെ. ഇനി ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഇൻഹെറിറ്റൻസ് ഉണ്ട്. അപ്പോൾ നമുക്കിത് എന്തൊക്കെയാണെന്നുള്ള പേരുകൾ പഠിച്ചു വെക്കണം. എന്താണ് ഡിഫറെൻറ്റ് ഫോംസ് ഓഫ് ഇൻഹെറിറ്റൻസ് എന്നുള്ളത് ചോദിക്കാറുണ്ട്. അപ്പോൾ അത് സിംഗിൾ, ഹൈറാർക്കിക്കൽ, മൾട്ടിപ്പിൾ, മൾട്ടി ലെവൽ ആൻഡ് ഹൈബ്രിഡ്, അങ്ങനെ ഒരു 5 ടൈപ്പാണ് നമുക്ക് ഡിഫറെൻറ്റ് ഫോംസ് വരുന്നത് ഇൻഹെറിറ്റൻസിൻ്റെ. അപ്പോൾ അത് സിമ്പിളാണ്, നമുക്ക് നോക്കി നോക്കാം എന്തൊക്കെയാണ് വരുന്നത് എന്നുള്ളത്. ആദ്യത്തെ സിംഗിൾ എന്ന് പറയുകയാണെങ്കിൽ ഒരു സിംഗിൾ ബേസ് ക്ലാസ്സും ഒരു സിംഗിൾ ഡിറൈവ്ഡ് ക്ലാസ്സും ഉണ്ടായിരിക്കുള്ളൂ. ഒരു ബേസ് ക്ലാസ്സിൽ നിന്ന് ഒരു ഡിറൈവ്ഡ് ക്ലാസ്. ആ ഒരു ടൈപ്പിൽ ഇൻഹെറിറ്റ് ചെയ്യുന്ന കഴിഞ്ഞാണ് എന്ത് പറയുന്നത്, സിംഗിൾ ഇൻഹെറിറ്റൻസ് പറയുന്നത്. ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് പറയുകയാണെങ്കിൽ ഒരു ബേസ് ക്ലാസ്സിൽ നിന്ന് ഒന്നിൽ കൂടുതൽ
ഡിറൈവ്ഡ് ക്ലാസ്സുകൾ വരികയാണെങ്കിൽ അതിനെ പറയുന്നതാണ് ഹൈറാർക്കിക്കൽ. അത് ഒരു പാരന്റ് ക്ലാസ്സും ഒന്നിൽ കൂടുതൽ ചൈൽഡുകളും വരുന്നതിനെയാണ് ഹൈറാർക്കിക്കൽ എന്ന് പറയുന്നത്. ഇനി മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുകയാണെങ്കിൽ ഒന്നിൽ കൂടുതൽ ബേസ് ക്ലാസ് ഉണ്ടായിരിക്കും, പക്ഷെ ഒരു ഡിറൈവ്ഡ് ക്ലാസ്സേ ഉണ്ടായിരിക്കുള്ളൂ. ഒന്നിൽ കൂടുതൽ ബേസ് ക്ലാസ്, ഒരു ഡിറൈവ്ഡ് ക്ലാസ്. നമ്മൾ നേരത്തെ വെഹിക്കിളിന്റെ എക്സാമ്പിൾ കണ്ടപ്പോൾ അതിനകത്ത് നമ്മൾ കണ്ടു ലാൻഡ് വെഹിക്കിള്, വാട്ടർ വെഹിക്കിൾ. അത് നമ്മൾ ഡിറൈവ് ചെയ്ത ഒരു ക്ലാസ് ആയിരുന്നു ഹോവർ ക്രാഫ്റ്റ് എന്ന് പറയുന്നത്, അല്ലേ? അപ്പൊ അത് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസിന് എക്സാമ്പിൾ ആണ്. അപ്പോൾ ഒന്നിൽ കൂടുതൽ ബേസ് ക്ലാസ്, പാരന്റ് ക്ലാസ്സും ഒരു ചൈൽഡ് ഉണ്ടായിരിക്കുന്നതിനെയാണ് മൾട്ടിപ്പിൾ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. മൾട്ടി ലെവൽ എന്ന് പറയുകയാണെങ്കിൽ ഒരു ബേസ് ക്ലാസ്സിൽ നിന്ന് അടുത്തൊരു ക്ലാസ് ഡിറൈവ് ചെയ്തു, അതിൽ നിന്ന് അടുത്ത ക്ലാസ് ഡിറൈവ് ചെയ്തു, അങ്ങനെ ഡിഫറെന്റ് ലെവൽസിൽ ഇൻഹെറിറ്റ് ചെയ്ത് പോകുന്നതിനെയാണ് മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയുന്നത്. ദെൻ ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ്. ഹൈബ്രിഡ് എന്ന് പറയുകയാണെങ്കിൽ ഈ കണ്ട എല്ലാ ഇൻഹെറിറ്റൻസിനും ഒരു മിക്സഡ് ഫോർമാറ്റിനെയാണ് എന്ന് പറയുന്നത് ഹൈബ്രിഡ് എന്ന് പറയുന്നത്. അതിൽ ഏതെങ്കിലും 2 or 3 ഇൻഹെറിറ്റൻസ് മിക്സ് ചെയ്തിട്ടുണ്ടായിരിക്കും, അതിനെയാണ് ഹൈബ്രിഡ് ഇൻഹെറിറ്റൻസ് പറയുന്നത്. പിന്നെ അത് ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് വരുന്നുണ്ട്, ദെൻ മൾട്ടി ലെവൽ ഇൻഹെറിറ്റൻസ് വരുന്നുണ്ട്. അപ്പോൾ അത് തന്നെ ഹൈറാർക്കിക്കൽ ഇൻഹെറിറ്റൻസ് എന്ന് പറയും. അപ്പോൾ നമ്മൾ എന്താണ് ഇൻഹെറിറ്റൻസ് എന്ന് കണ്ടു, ദെൻ അത് എന്തൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത്, റിയൂസിബിലിറ്റി, അതുപോലെ തന്നെ ഹൈറാർക്കിക്കൽ ക്ലാസിഫിക്കേഷൻ സപ്പോർട്ട് ചെയ്യുന്നത് കണ്ടു, എന്താണ് ബേസ് ക്ലാസ്, എന്താണ് ഡിറൈവ് ക്ലാസ് എന്ന് കണ്ടു, അതെങ്ങനെയാണ് ഡിക്ലെയർ ചെയ്യുക എന്നുള്ളത് കണ്ടു, ഡിഫറെൻറ്റ് ഫോംസ് എന്താണെന്നുള്ളത് കണ്ടു. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് ഈ ഒരു ഇൻഹെറിറ്റൻസ് എന്നുള്ള പോർഷനിൽ നമുക്ക് പഠിക്കാനായിട്ടുള്ളത്. അപ്പം എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിലിടാം. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്